എവിടെ നോക്കിയാലും വിയറ്റ്നാമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വലിയ പണിയൊന്നുമില്ല. നേരെ പോവാ, ഡേറ്റ് തീരുമാനിക്കുക. ഡേറ്റ് തീരുമാനിക്കുക വെച്ചാൽ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഡേറ്റിൽ വേണം നോക്കി പോകാൻ. അല്ലാതെ ഏതെങ്കിലും ഡേറ്റിന് പോയി കഴിഞ്ഞാൽ അവിടെ വെയിലധികമാകും, മഴ പെയ്ത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അത് നോക്കി കണ്ടൊക്കെ പോവുക. അതിനുശേഷം നിങ്ങൾ ഉദ്ദേശിച്ച ഡേറ്റിൽ ടിക്കറ്റ് നോക്കുക. ടിക്കറ്റ് നോക്കുമ്പോൾ ഉള്ള എല്ലാ ചാർട്ടും സൈറ്റും നോക്കേണ്ട ആവശ്യമില്ല. ഗൂഗിളിൻ്റെ ഫ്ലൈറ്റ്സ് ആണ് പൊതുവെ ചീപ്പായിട്ട് ഈ ഫ്ലൈറ്റ് റേറ്റ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. സ്കൈ സ്കാനർ ഉണ്ട്, ഇല്ലെന്നല്ല. സ്കൈ സ്കാനറെക്കാളും കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഗൂഗിൾ ഫ്ലൈറ്റ്സിൽ കിട്ടും. ഗൂഗിളിൻ്റെ ഫ്ലൈറ്റ്സ് ടാബിലാണ് പൊതുവെ ഞാൻ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാറ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അതിലെങ്ങനെ റേറ്റ് വരുന്നത്. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റിൽ വിസ എടുക്കാനാണ് അടുത്ത കാര്യം. അത് തീരെ ഒരു വലിയ എഫേർട്ട് ഇല്ലാത്ത, ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പം വിയറ്റ്നാമിൻ്റെ ഈ വിസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ അതിൽ ഉദ്ദേശിക്കുന്ന ഞാൻ ഈ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഫിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. വിസയിൽ കുറേ ഡീറ്റെയിൽസ് ചോദിക്കും, അതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 7 ഡേയ്സിനുള്ളിൽ വിസ കിട്ടും. ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ ഈവൻ ഞാൻ വിസ ബുക്ക് ചെയ്ത സമയത്ത് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റിയത്. അതും അത്രത്തോളം ക്ലിയർ ഒന്നുമല്ല, എന്നിട്ട് എനിക്ക് വിസ കിട്ടി. അപ്പം അതവരങ്ങനെ നോക്കുന്നൊന്നുമില്ല, അത്ര സ്ട്രിക്റ്റ് അല്ല. അവർക്ക് ടൂറിസമാണ് വരുന്നത്. പിന്നെ എത്ര ഈസിയാന്ന് പറഞ്ഞാലും വിസ എടുത്തതിന് ശേഷം മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യൂ. വിസയും ടിക്കറ്റും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഐറ്റിനറി ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ അങ്ങ് പോയാൽ മതി. പിന്നെ ഏത് നാട്ടിൽ പോയാലും എല്ലാ തൂണും തുരുമ്പും കണ്ട് കളയാമെന്ന് നമുക്ക് പറ്റില്ല. അതിന് മാത്രമുള്ള ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു മാസം കാണാനുണ്ടെന്ന് വെച്ചാൽ ഓക്കെ, ഒരു മന്ത് മൊത്തം കാണാനുള്ളത് വിയറ്റ്നാമിലുണ്ട്. അതല്ല ഈ 7 ഡേയ്സ് കൊണ്ട് പോയി കാണാം, അങ്ങനെയും കാണാം. അപ്പം എനിക്കാവുന്ന എൻ്റെ ഒരു ഐറ്റിനറി ആണുള്ളത്. ഇപ്പം നിങ്ങൾക്ക് അധിക ഡേയ്സ് ഉണ്ടെങ്കിൽ ഞാൻ പോവാത്ത കുറേ പ്ലേസസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് പോകാം. അപ്പോൾ എൻ്റെ ഒരു മോഡൽ ഐറ്റിനറി മാതിരി കണ്ടാൽ മതി. നിങ്ങൾക്ക് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ പോകുമ്പോൾ ഫോണും അതിൽ ഇൻ്റർനെറ്റും മറക്കണ്ട. പിന്നെ ഒരു ട്രാൻസ്ലേറ്ററും. അവിടെ ഇംഗ്ലീഷ് അറിയുന്നവർ വളരെ കുറവാണ്. പിന്നെ ഈ വിയറ്റ്നാമിലത്തെ വീഡിയോസ് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. വിയറ്റ്നാമിനായിട്ടൊരു പ്ലേലിസ്റ്റ് എൻ്റെ ചാനലിലുണ്ട്. അതിൽ വോയിസ് ഓവർ ഇല്ല, ബട്ട് ഈസിലി അത് മനസ്സിലാവും. വിസ എടുക്കുന്ന സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ടിട്ട് ഫ്ലൈറ്റ്സ്, അതിൻ്റെ റേറ്റ്സ്, പിന്നെ പോയ സ്ഥലങ്ങൾ എല്ലാം അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ വെബ് അഡ്രസ്സ് അവർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ അതിൻ്റെ ഫോട്ടോ ഉണ്ട്, അവരുടെ വെബ് അഡ്രസ്സിൻ്റെ. കറക്റ്റ് അതേ അഡ്രസ്സിൽ പോയി എടുക്കാൻ നോക്കുക. വേറെ ഏതെങ്കിലും സൈറ്റിലൊക്കെ ചെന്ന് ചാടാതിരിക്കുക. ശരി, എന്നാൽ ഓൾ ദി ബെസ്റ്റ്.